നമ്മളിപ്പോൾ രണ്ട് ടീമിനെ കാണും. ഒരു ടീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് ബഹുമാനിച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലുകയും നബിതങ്ങളുടെ മദ്ഹ് പാടുകയും നബിതങ്ങളുടെ മദ്ഹ് പറയുകയും ആ നബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെയും ആദരവിന്റെയും ഭാഗമായി അവിടുത്തെ ഉമ്മത്തുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഒരു ടീം. അതാണ് ലോക മുസ്ലിമീങ്ങളിൽ 99% എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മറ്റൊരു ചെറിയ ഒരു ന്യൂനപക്ഷം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടികളെ വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായത്? അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ തങ്ങളുടെ ചര്യയോടോ പരിശുദ്ധ ഖുർആനിനോടോ സഹാബത്തിന്റെ ജീവിതത്തോടോ അവരുടെ ജീവിതം ഒപ്പിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിലല്ല എന്ന കാര്യം 100% ഉറപ്പാണ്. എന്തുകൊണ്ട്? അവരിൽ ചിലർ ചോദിക്കാറുള്ളത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഈ നടത്തും പോലെയുള്ള മൗലിദ് പരിപാടി നടത്തിയിട്ടുണ്ടോ എന്നാണ്. കേട്ടാ തോന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ യാതൊരു മൗലിദ് പരിപാടികളും നടത്തിയിട്ടില്ല എന്നവർക്കൊരു ആയത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നും. അങ്ങനെ ഖുർആനിൽ ഒറ്റ ആയത്തുമില്ല. എന്നാൽ പിന്നെ ബുഖാരിയിലോ മുസ്ലിമിലോ ഇങ്ങനെ ഒരു പരിപാടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു ഹദീസ് കിട്ടിയിട്ടുണ്ടോ? അതും ഒരു ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് അവർ പറയുന്നത്? അവർക്ക് പറയാനുള്ളത്, അവർക്ക് കിട്ടിയ അറിവിൽ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു മൗലിദ് പരിപാടി നടത്തിയതായി അവർ കാണുന്നില്ല എന്നാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാൻ 1000 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാനിപ്പോൾ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെല്ലാവരും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ മാതൃകയിലോ ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് ലോക മുസ്ലിമീകൾ മുഴുവനും പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന വിമർശകരും പറയാറുണ്ടല്ലോ. അങ്ങനെ പറയണം എന്ന് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ വല്ല ഹദീസിന്റെ കിതാബുകളിലും ഉണ്ടോ? പരിശുദ്ധ ഖുർആനിലുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം എന്നെവിടെയെങ്കിലും ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ പേര് പറയുമ്പോ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോ അബൂബക്കറെ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാ, ഉമറെ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിക്കോ, ഇങ്ങനെ റളിയല്ലാഹു അൻഹു പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞതായി ഏതെങ്കിലും ഒരു ഹദീസിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പക്ഷെ അവരടക്കം ലോക മുസ്ലിമീങ്ങൾ മുഴുവനും സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് അവർ പറയുക? അവർക്ക് അതൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോയിൽ കാണിച്ചു കൊടുക്കണ്ടേ? ഇനി അല്ലെങ്കിൽ അതെല്ലാം ഒരു ഹദീസിന്റെ കിതാബിൽ കാണണ്ടേ? അത് കാണാതെ പിന്നെ എങ്ങനെയാണ് അവർ റളിയല്ലാഹു അൻഹു പറയുന്നത്? എന്നാൽ പോകട്ടെ, അതിൻ്റെയും അപ്പുറം ഞാൻ പറയട്ടെ. അവര് ബഹുമാനിക്കുന്ന ഉമർ മൗലവിയുടെ പേര്, അല്ലെങ്കിൽ അമാനി മൗലവിയുടെ പേര്, അവര് ബഹുമാനിക്കുന്ന മൗലവിമാരുടെ പേര്, അല്ലെങ്കിൽ മൗദൂദിയുടെ പേര്, അതൊക്കെ എഴുതിയാലും പറഞ്ഞാലും അവർ എഴുതുന്ന സ്ഥലത്ത് ഒരു ബ്രാക്കറ്റിൽ റ എന്ന് എഴുതിയത് കാണാം. പറയുന്ന സമയത്ത് റഹിമഹുല്ലാ എന്ന് ചൊല്ലുന്നതും കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിൽ വഫാത്തായി പോയവരുടെ പേര് പറയുമ്പോൾ അവിടെയെല്ലാം റളിയല്ലാഹു അൻഹു എന്നോ റഹിമഹുല്ലാ എന്നോ പറഞ്ഞതായി അവർക്ക് തെളിവ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വാസ്തവത്തിൽ അവരുടെ മൗലവിമാർ അവരെക്കാൾ പ്രത്യേകതയുള്ളവരാണെന്ന് അവർ വിശ്വസിക്കുന്നതിനാൽ അവരുടെ പേര് പറയുമ്പോൾ ഒന്നുകിൽ അവസാനം റഹിമഹുല്ല പറയുന്നു, അല്ലെങ്കിൽ തുടക്കത്തിൽ മർഹൂം എന്ന് പറയുന്നു. നബി തങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരൊക്കെ പറയും മർഹൂം എന്ന് പറയാറുണ്ടോ? പക്ഷേ അവർക്കതൊന്നും പറയുന്നതിനൊരു മടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആ നബി തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച്
ആരെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ അവർ ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെപ്പോലെ നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. സുഹൃത്തുക്കളെ, ബഹുമാനാദരവ് നൽകുന്നതിന് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി പറയേണ്ടതില്ല. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് എത്തിക്കഴിഞ്ഞു. അള്ളാഹു അവിടത്തേക്ക് വലിയ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകി നമുക്കെല്ലാം അവന്റെ അനുഗ്രഹം ചൊരിച്ചു തരുമാറാകട്ടെ. മഞ്ഞപ്പറ്റ ഉസ്താദ് എത്തിയ ശരി, ഉസ്താദ് എത്തി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് ആയിരിക്കും. ഏതായിരുന്നാലും ശരി, മഞ്ഞപ്പറ്റ ഉസ്താദിനെ ഇവിടെ ആദരിക്കുന്നു. അങ്ങനെ ആദരിക്കണമെന്ന് മഞ്ഞപ്പറ്റ ഉസ്താദ് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇരുന്നോളി, ഞാൻ പറയുന്ന വിഷയം വളരെ ചുരുക്കി പറയാണ്. മഞ്ഞപ്പറ്റ ഉസ്താദ് പറഞ്ഞിരുന്നു, എന്നെ നിങ്ങളിങ്ങനെ ആദരിക്കണം. ഇല്ലല്ലോ, എന്നിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് റളിയല്ലാഹു അൻഹു പറയണോ? ഇല്ലല്ലോ. അതെ, സുൽത്താനുൽ ഉലമ വരുമ്പോ നമ്മൾ മർഹബ ചൊല്ലി സ്വീകരിക്കാറുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് സുൽത്താനുൽ ഉലമ പറഞ്ഞിരുന്നു. അങ്ങനെ ആരെങ്കിലും പറയോ? ഒരല്പ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചൂടെ? ഒരു ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബഹുമാനിക്കണം എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടാണോ ബഹുമാനം നൽകാറ്? വമിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അമലുൽ മൗലിദി, മൗലിദ് പരിപാടികൾ. മഹാനായ ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇല്ലം യകുൻ ഫീഹി മുൻകറുൻ, ആ മൗലിദ് പരിപാടിയിൽ നിഷിദ്ധമായ സംഗതികളൊന്നുമില്ലെങ്കിൽ. കാരണം ചിലർ മീലാദിന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്ന ചില ആളുകളുണ്ട്. അതിന് പണ്ഡിതന്മാരുടെ അംഗീകാരം ഇല്ല. അതെവിടെ? അൽഹംദുലില്ലാഹ്, മഞ്ഞപ്പറ്റ ഉസ്താദ് അല്ലാഹു തആല നല്ല ആഫിയത്തും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് അവറുകൾ ഞങ്ങൾ പലപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഫിഖ്ഹ് കൗൺസിലിന്റെ മീറ്റിംഗ് ചേരുമ്പോൾ അതിൽ അധ്യക്ഷനായിരിക്കൽ ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ് അവറുകൾ. ഞങ്ങൾ പല ചർച്ചകളും, ഗഹനമായ ചർച്ചകൾ വെച്ചാൽ അവിടെ എല്ലാം ഉസ്താദ് അവറുകൾക്ക് പോയിന്റുകൾ പറയാൻ ഉണ്ടാകും, പറയാറുണ്ട്. ഞങ്ങൾ സശ്രദ്ധം വീക്ഷിക്കാറുമുണ്ട്, കണക്കിലെടുക്കാറുമുണ്ട്. കാരണം നേരത്തെ പൊന്മുൾ ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ നല്ല തഹ്ഖീഖോടുകൂടി ഉസ്താദുമാരിൽ നിന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി എപ്പോഴും കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ഇരിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് നബിദിന പരിപാടികൾ മുഴുവനും. അതുകൊണ്ട് തന്നെ അത് വലിയ പുണ്യകർമ്മമാണ്. വിവരമുള്ള ഒരാൾക്കും അതിൽ തർക്കത്തിന് അവകാശം ഇല്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയാണല്ലോ. 1980 ഡിസംബറിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എഴുതിയത്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലെ മുജാഹിദിന്റെ പത്രത്തിലും അത് തന്നെയല്ലേ ആവർത്തിച്ചെഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന വാദം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാചകങ്ങളൊന്നും വെറുതെയുള്ളതല്ല. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ വഹ്യ് മുഖേനയാണ് അവിടുന്ന് സംസാരിക്കുന്നത്. ആ നബി തങ്ങളല്ലേ സമൂഹത്തോട് പറഞ്ഞത്, ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. വ്യക്തമായി അവിടുന്ന് പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. പക്ഷേ പുത്തനാശയക്കാർ അത് അംഗീകരിക്കുന്നില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള ഭാഗ്യമുണ്ടായില്ല. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ-നൂറല്ലദീ ഉൻസില മഅഹു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫല്ലദീന ആമനൂ ബിഹി, നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചവർ, വഅസ്സറൂഹു, നബി തങ്ങളെ ബഹുമാനിച്ചവർ. വെറും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പോരാ, നബി തങ്ങൾക്ക് ബഹുമാനം കൽപ്പിക്കണം. വഅസ്സറൂഹു, നിങ്ങൾക്കറിയാമല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് അദ്ദേഹം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ സന്നദ്ധനായിരുന്നില്ല. മഹാന്മാരായ സഹാബത്ത്, ഓ അബ്ദുല്ലാ, നീ പലതും വേണ്ടാത്തത് പറഞ്ഞു കൂട്ടിയവനല്ലേ, നീ വേണ്ടാത്തത് പലതും ചെയ്തവനല്ലേ. ഐഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞ് നബി തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചവനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പലതും പറഞ്ഞവനല്ലേ. നീ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ഒന്ന് റെക്കമെൻഡ് തേടൂ, ശഫാഅത്ത് തേടൂ, നിന്റെ ദോഷം അല്ലാഹു പുറത്തു തരാൻ, പാപം പൊറുക്കപ്പെടാൻ നീ നബി തങ്ങളോട് പോയി റെക്കമെൻഡിന് ആവശ്യപ്പെടൂ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ പാപം ഞാൻ പുറത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് ആവശ്യപ്പെടണം നബിയെ, റെക്കമെൻഡ് ചെയ്യണം നബിയേ. അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. പാപികൾക്ക് പുറത്തു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിനൊരു കാരണം കിട്ടണം. ആ കാരണം അള്ളാഹു തന്നെ ഉണ്ടാക്കുന്നു. ആ കാരണം എങ്ങനെയാണ്? അത് എൻ്റെ ഹബീബനോട് പറയണം. എൻ്റെ ഹബീബ് പറഞ്ഞാൽ ഞാൻ തട്ടൂല, ഞാനത് അംഗീകരിക്കും. ആ ഹബീബിനെ ഞാൻ പറഞ്ഞയച്ചത് എന്തിനാണ്? ഈ ജനങ്ങൾക്ക് മുഴുവനും സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയായിട്ടാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്, എന്നിലേക്ക് അവരെ മനസ്സ് ക്ഷണിക്കാനാണ്. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ ഞാൻ പറഞ്ഞേച്ചത് മധ്യവർത്തിയാക്കിയിട്ടാണ്. ഈ ആളുകൾക്ക് മുഴുവനും മധ്യവർത്തിയായി നബി തങ്ങൾ വേണം. അതേ, സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ ഹബീബ് വേണം. എൻ്റെ ഹബീബിനെ കൊണ്ടേ ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്യിക്കുള്ളൂ. അതേ, അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ്. അതിനു മുമ്പ് വിചാരണക്കെടുക്കണമെങ്കിൽ ഹബീബ് പറയണം. അങ്ങനെ ഹബീബിന്റെ ശുപാർശ പ്രകാരമാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിചാരണക്കെടുക്കുന്നത്. അവിടെയാണല്ലോ അബൂജഹലടക്കം നബി തങ്ങളെ പുകഴ്ത്തി പറയുന്ന രംഗം. യഹ്മദുൽ അവ്വലൂന വൽ ആഖിറൂൻ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു സവിശേഷതയാണ് ഉമ്മത്തിന് റെക്കമെൻഡ് ചെയ്യുന്ന നബി, ശഫീഉൽ ഉമ്മ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിനക്ക് റെക്കമെൻഡ് ചെയ്യും. അബ്ദുള്ള, നീ പോയിട്ട് നബി തങ്ങളോട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ എന്ന് പറയുമ്പോൾ അവന്റെ മറുപടി ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിന് റെക്കമെൻഡ് തേടാൻ വരൂ, ചോദിക്കാൻ വരൂ എന്ന് പറഞ്ഞ് നബി തങ്ങളെ സമീപത്തേക്ക് വിളിച്ചാൽ ലവ്വൗ റൂസഹും, തലയങ്ങ് തിരിച്ചു കളയും, വറഅയ്തഹും യസുദ്ദൂൻ, തിരിഞ്ഞു കളയും, പിരിഞ്ഞു പോകും. അതേ, വഹും മുസ്തക്ബിറൂൻ, അവർ കിബറന്മാരാണ്. ഞങ്ങളെക്കാൾ എന്ത് പ്രത്യേകതയാണ് ഈ ആമിന പെറ്റ മുഹമ്മദിന് എന്ന ചിന്തയാണ്.
ഈ ചിന്തയുള്ളവർ മുനാഫിഖുകളാണ്. അത് തന്നെയാണ് വേറെ ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ ഖാലൂ അനൂമിനു കമാ ആമനസ്സുഫഹാ, സഹാബികൾ വിഡ്ഢികളാണ്, പോയത്തക്കാരാണ്, അവർ ചെയ്യും പോലെ അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അത് മുനാഫിഖുകളുടെ മറുപടിയാണ്. സഹാബത്ത് നബി തങ്ങളെ എത്രയെല്ലാം ബഹുമാനിച്ചു. അവിടുത്തെ പേര് പറയുമ്പോൾ പോലും ഫിദാക അബീ വ ഉമ്മീ, എൻ്റെ ബാപ്പയെ എൻ്റെ ഉമ്മയെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംബോധനം ചെയ്യുന്നത്. എന്തിനധികം പറയണം, ഇപ്പോഴും മദീനയിൽ ചെന്നാൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കി നമ്മൾ സലാം പറയുമ്പോൾ അവിടെ 2 റൗണ്ട് പില്ലറുണ്ടല്ലോ, ആ റൗണ്ട് പില്ലറിൻ്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച പദ്യമുണ്ടല്ലോ, അവിടെയും പറയുന്നത് എന്താണ്, നഫ്സീ ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എൻ്റെ ശരീരം അവിടുത്തെ ഖബറിന് സമർപ്പിക്കുന്നു നബിയേ, കാരണം അവിടുന്ന് താമസിക്കുന്നു എന്നതാണ് ഈ ഖബറിന്റെ മഹത്വം. സഹാബത്ത് പറയുമ്പോഴൊക്കെ സാധാരണ ഒരാളോട് സംസാരിക്കും പോലെ സംസാരിക്കുന്നില്ല. ഫിദാക അബീ വ ഉമ്മീ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സംസാരത്തിലുള്ള ബഹുമാനം. ഇനിയോ അവിടുന്ന് ഒതുവെടുത്താൽ ശരീരത്തിൽ നൂറ്റി വീഴുന്ന വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ വെള്ളം കയ്യിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി ഉന്തും തിരക്കും കൂട്ടി കയ്യിലേക്ക് ആ ശരീരം തൊട്ട വെള്ളം ഏറ്റുവാങ്ങി ശരീരത്തിൽ തൊട്ട് പുരട്ടുന്ന ബഹുമാനം. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസല്ലേ അതൊക്കെ. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുന്ന ബഹുമാനം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഉമിനീര് അതിന് സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അത് തൊട്ട് പുരട്ടുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറുകയാണ്. അത് വലിയ ഔഷധമാണ്, സുഗന്ധമാണ്, അതിന് വലിയ പ്രത്യേകതയാണ്. ആ ഉമിനീരെങ്ങാനും കിട്ടിയാൽ സഹാബത്ത് അത് ശരീരത്തിലും മുഖത്തും തൊട്ട് പുരട്ടുകയാണ്. അവിടുത്തെ വിയർപ്പ് ഉറ്റി വീഴുമ്പോൾ കുപ്പിയുമായി ചെന്നു മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹാ അത് ശേഖരിച്ചെടുക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല ഒരു സുഗന്ധം ലോകത്തല്ല പടച്ചിട്ടില്ല നബിയേ, അത് ഞങ്ങളെ ചെറിയ മക്കൾക്ക് തൊട്ടുപുരട്ടി ബറക്കത്തെടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച സഹാബത്തിന്റെ വിശ്വാസം ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ബാപ്പ ഷഹീദായി കൊല്ലപ്പെട്ടതാണ് ഉഹദ് യുദ്ധത്തിൽ. അതേ, അപ്പോഴുള്ള വസിയത്താണ്, എൻ്റെ കടം വീട്ടണം മോനെ. കടം വീട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഈത്തപ്പഴം മുഴുവനും പറിച്ചാൽ അത് മതിയാകില്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ചെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു, ഞാൻ സഹായം തേടി. ഇസ്തഅൻതു എന്ന് പറഞ്ഞാലും ഇസ്തഗസ്തു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയല്ലേ? അതേ, ഞാൻ നബി തങ്ങളോട് സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കിട്ടാനുള്ളവരെ വിളിച്ച് അതിൽ നിന്ന് കുറെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു നോക്കി. അവരതിന് തയ്യാറല്ല. അപ്പോൾ നബിതങ്ങൾ പിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണ്? നബിതങ്ങളെ സഹായം
അതൊരു സാധാരണ സഹായമല്ലല്ലോ. ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയില്ലേ, വൽബഹിരി ഫീ കറമിൽ വൽബഹിരി ഫീ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുതിയുടെ വിഷയത്തിൽ കടല് പോലെയാണ്. കടലിന്റെ കൊടുതി നമുക്കറിയാമല്ലോ. മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും കോടിക്കണക്കിന് ആളുകൾക്ക് അതാ വലയുമായി ചെല്ലുമ്പോൾ ചെറുതും വലുതുമായ എന്തെല്ലാം മത്സ്യങ്ങളാണ് കടല് നൽകുന്നത്. അതിന് എണ്ണവും കണക്കുമില്ലല്ലോ. ഇന്നലെ വന്ന അതേ മനുഷ്യൻ ഇന്നും വലയും കൊണ്ടുവരുമ്പോൾ ഇന്നലെ വന്നതല്ലേ നീ, ഇന്നും വന്നോന്ന് ചോദിക്കുന്നില്ലല്ലോ. ഒരിക്കൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചവൻ രണ്ടാമത് ചൂണ്ടയിടുമ്പോൾ നീ നേരത്തെ ചൂണ്ടലിൽ പിടിച്ചവനല്ലേ എന്ന് ചോദിക്കുന്നില്ലല്ലോ. അമുസ്ലിം മുസ്ലിം വ്യത്യാസമില്ലല്ലോ, കക്ഷിഭേദമില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കലല്ലേ കടലിന്റെ സ്വഭാവം. അത് വെറും ഭക്ഷ്യവസ്തു മാത്രമല്ലല്ലോ. വലിയ വിലയുള്ള മുത്തുകൾ കടൽ സംഭാവന ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സംഭാവന സുബ്ഹാനല്ലാഹ് എല്ലാ മുത്തിനേക്കാളും വൈരത്തെക്കാളും വലിയ വിലയുള്ളത് പോരാ, വില പറയാൻ പറ്റാത്തതല്ലേ ഹിദായത്തും ഈമാനും. സുഹൃത്തുക്കളെ, ആ ഈമാനിന്റെ വിതരണം ചെയ്യുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. കടല് പോലെയുള്ള കൊടുതി എന്ന് ഇമാം ബുസ്രി വെറുതെ പറഞ്ഞതല്ലല്ലോ. ആ ഹബീബായ നബി തങ്ങൾ ആദ്യം റെക്കമെൻഡ് ചെയ്തു നോക്കി. കടം കിട്ടാനുള്ളവരോട് അവരതിന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ സന്നദ്ധമല്ലെന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ പിന്നെ അസാധാരണ വഴിയിലൂടെ സഹായിക്കുകയാണ്. അതെങ്ങനെയാണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ജാബിറേ, നിങ്ങൾ മുന്നിലങ്ങ് പോയിക്കോളൂ, ഈത്തപ്പഴം പറിച്ചിട്ട് ഇനം തിരിച്ച് വെവ്വേറെ വെച്ചോളൂ, ഞാൻ നിങ്ങൾ ആളെ പറഞ്ഞേച്ചാ ഞാനങ്ങ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഹബീബ് നബി തങ്ങളടുത്ത് ആള് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്. അവിടെ നേരെ വന്നിട്ട് ആ ഈത്തപ്പനയുടെ സമീപത്ത് അവിടുന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അതാ കടം കിട്ടാനുള്ളവരെ മുഴുവനും വിളിക്കോ, കിൽഹും, അവർക്ക് മുഴുവനും അളന്നു കൊടുക്കൂ ജാബിറേ. ഇവിടെ അവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല, അവിടുത്തെ സാന്നിധ്യം മാത്രമാണ്. അവിടെ വന്നിരിക്കുകയാണ്. അതേ കിൽഹും, അവർ കളന്നു കൊടുക്കൂ ജാബിറേ. എല്ലാവർക്കും ഞാൻ ആ ഈത്തപ്പഴത്തിൽ നിന്ന് അല്ലെങ്കിൽ കാരക്കയിൽ നിന്ന് ഞാനിങ്ങനെ അളന്നു കൊടുത്തു. കടം കിട്ടാനുള്ളവർക്ക് മുഴുവനും, കിട്ടാനുള്ളത് മുഴുവനും ബാപ്പയുടെ കടസംഖ്യ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഈത്തപ്പഴത്തിലേക്കൊന്ന് നോക്കി. കന്നഹൂലം യൻഖുസ് മിൻഹു ശൈ, ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണത് സംഭവിക്കുമെന്ന്. അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിടപെട്ടാൽ, അവിടെ വന്നിരുന്നാൽ, അല്ലെങ്കിൽ ഒന്നിടപെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടുന്ന ബറക്കത്തിന്, ഖൈറിന് യാതൊരു കണക്കുമില്ല. ഉദ്ദേശിച്ചത് അല്ലാഹു കൊടുക്കും. അതല്ലേ സഹാബത്തിന്റെ വിശ്വാസം. പക്ഷെ ആ നബി തങ്ങളോട് സഹായം തേടിയ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്താണ്? നബി തങ്ങളോട് ഇസ്തിഗാഥ ചെയ്താൽ സഹായം കിട്ടും എന്നല്ലേ വിശ്വാസം. പക്ഷേ അങ്ങനെ വിശ്വസിച്ചവൻ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയുന്ന പുത്തൻവാദികൾ, എന്തേ കാരണം? അവരുടെ വിശ്വാസം ഇതൊരു കേവല സാധാരണ മനുഷ്യനാണെന്നാണ്. ഇന്നാ ലില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അബൂജഹൽ ഒരു ദിവസം അവന്റെ ദൈവങ്ങളെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞു, മുഹമ്മദ് എങ്ങാനും ഇനി തലകുനിച്ച് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവന്റെ പെരടിക്കൊരു നല്ല ചവിട്ട് കൊടുക്കും. അങ്ങനെ ഞാനങ്ങും നിലത്തിട്ട് ഉരച്ചു കളയും.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ച അബൂജഹൽ എന്ന് പറഞ്ഞു. നബി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അബൂജഹൽ സമീപത്തേക്ക് വന്നു. അതേ ചവിട്ടാനാണ്, പൊരടിയിൽ ചവിട്ടാനാണ്. സമീപത്ത് വന്നത് അവർ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അവനതാ പിന്നോട്ടേക്കൊരൊറ്റ പോക്കാട്, കൈ രണ്ടും കൊണ്ട് ഇങ്ങനെ തടുക്കുന്നത് പോലെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മാലക്ക, നിനക്കെന്ത് പറ്റി? അവന്റെ മറുപടി, ഇന്ന ബൈനീ വ ബൈനഹു ലഖന്ദഖം മിൻ നാർ. മുഹമ്മദിന്റെയും എന്റെയും ഇടയ്ക്ക് തീയിനാനുള്ളൊരു വലിയ കിടങ്ങ് ഞാൻ കാണുകയാണ്. വഹുവ ഹൗലൻ വ അജ്നിഹ. പേടിപ്പിക്കുന്ന പലതും ഞാൻ കാണുകയാണ്, ചില ചിറകുകളും കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗദനാ മിന്നീ, എന്നിലേക്ക് അവനിങ് അടുത്തിരുന്നുവെങ്കിൽ ലഖ്തതഫതുൽ മലായികതു ഉളുവൻ ഉളുവാ, അവനെ മലക്കുകൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയേനെ. സാധാരണ മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന കക്ഷികൾ, അവർക്കിങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാ. പക്ഷേ ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അവിടുന്ന് ഒരിക്കലും തന്നെ സാധാരണ മനുഷ്യനല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി ദമദ്അതുൻ സാറഫീൻ ബീമി വഹകും ബിമാ സിതാമദ് ഹംഫീഹി വഹതകീമി. സുഹൃത്തുക്കളെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അതാ അമ്പിയാക്കളുടെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, എത്ര ദശക്കണക്കിന് പ്രത്യേകതകളാണ് ബുഖാരിയുടെ സറഹിൽ വിവരിച്ചത്. സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ മണമല്ല, സാധാരണ ഒന്നുമല്ല, എല്ലാം അസാധാരണ തന്നെ. അത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, ഫീഹി വുലിത്തു, തിങ്കളാഴ്ച എന്റെ ജന്മദിനമാണ്. തിങ്കളാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട് ഇവിടെ? ചൊവ്വാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട്? ബുധനാഴ്ച എത്ര ആള് ജനിച്ചിട്ടുണ്ട്? പക്ഷെ അതൊന്നും എന്റെ ജന്മദിനമല്ല, അത് സാധാരണക്കാരുടെ ജന്മദിനമാണ്. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച ദിവസം എന്റെ ജന്മദിനമാണ്. എന്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ മറ്റുള്ള ഒരാളെപ്പോലെയും അല്ല. അതുകൊണ്ട് തന്നെ എന്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസല്ലേ ഇമാം ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ നബിതങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ അവിടുന്ന് ജനിച്ച മാസത്തിന് എന്തായാലും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് പ്രത്യേകതയുണ്ട്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസത്തിന് മുഴുവനും പ്രത്യേകതയുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ. ലാസാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുസ്ലിം ലോകം മുഴുക്കെ ഒരുമിച്ച് കൂടുന്നു, സംഗമിക്കുന്നു, മൗലിദോതുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഹലാലായ വിധത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ മുഴുവനും ചെയ്യുന്നു. എല്ലാ ഇമാമീങ്ങളും അതിന് അംഗീകാരം നൽകുന്നു. ധാരാളം മഹാന്മാർ പല വിധത്തിലും ബഹുമാനിച്ചു. മഹാനായ യഹ്യ സർസരി റളിയല്ലാഹു അൻഹു, وقد تنهض الأشراف عند سماعه قياما صفونا لو جثيا للركب. നബി
നിബിതങ്ങളെ പേര് കേൾക്കുമ്പോൾ മഹാന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ള പദ്യം ചൊല്ലിയപ്പോൾ അതേ കാലം കുറെ കഴിഞ്ഞിട്ട് ആ പദ്യം ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ ചൊല്ലിയപ്പോൾ ധാരാളം ഖാദിമാരുണ്ട്, ഇമാമീങ്ങളുണ്ട് സദസ്സിൽ. അത് കേട്ട ഉടനെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്നു. കേട്ട മാത്രയിൽ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. അവിടെ വലിയ ആത്മീയ ചൈതന്യമുണ്ടായെന്ന് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഏത് വിധത്തിലും ബഹുമാനിച്ചാൽ അതുണ്ടോ സുഹൃത്തുക്കളെ കൂടിപ്പോകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടികൾ മുഴുവനും. അവിടുന്ന് ഇങ്ങനെ സാധാരണ മനുഷ്യരാണെന്ന് പറയാൻ ധൈര്യം വരിക? ഒരു ഈമാനുള്ളവന് പറയാൻ ധൈര്യം വരുമോ? ഇന്നാലില്ല, എന്തിനധികം പറയണം. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബി തങ്ങൾ വിവാഹം കഴിച്ച ബന്ധമാണ് ഭാര്യമാരോട്. ആ ഭാര്യമാരോട് അല്ലാഹു പറയുന്നു, നിങ്ങളാരും വേറെ പെണ്ണുങ്ങളെ പോലെയല്ല. നബി തങ്ങളുടെ ഭാര്യമാര് വേറെ സ്ത്രീകളെ പോലെയല്ല എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഈമാൻ മുഴുവനും ചോർന്നു പോകണ്ടേ സുഹൃത്തുക്കളെ? അത്തരം ആളുകളാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. അബൂലഹബിന്റെ ഭാര്യ, അവൾ ഒരു നീചയായ പെണ്ണായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ശല്യം ചെയ്ത പെണ്ണായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തബ്ബലക യാ മുഹമ്മദ് എന്ന് ആക്ഷേപിച്ച് പറഞ്ഞ അബൂലഹബിനെതിരെ പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് ഇറക്കിയപ്പോ വംറാത്തുഹു ഹമ്മാലത്തുൽ ഹതബ് എന്ന് അവന്റെ ഭാര്യയെയും കൂടി കൂട്ടി പറഞ്ഞു അല്ലാഹു തആല. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് സയസ്ലാ നാറൻ ദാത ലഹബ്. നരകത്ത് കടക്കൂന്ന് പറഞ്ഞു അല്ലാഹു തആല ഖുർആനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂജഹലിന് റസൂലുള്ളാഹിനോടുള്ള വിരോധം തീർക്കാൻ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തേ? അവൻ ബാഹ്യമായിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന് ഖുർആനെ പൊട്ടിക്കാൻ കഴിയൂലേനോ? കാരണം അവന് പറഞ്ഞൂടെ നരകത്ത് കിടക്കുമെന്ന് എന്നെ പറ്റി നിങ്ങളെ ഖുർആൻ പറഞ്ഞില്ലേ, ഞാൻ മുസ്ലിം ആയില്ലേ, ഇനി ഞാൻ നരകത്ത് കിടക്കും, അപ്പോൾ ഖുർആൻ പറഞ്ഞ് കളവല്ലേ എന്നവന് വാദിക്കാൻ ഒരു ചാൻസ് കിട്ടൂലായിരുന്നു. പക്ഷെ അവനത് സാധിച്ചില്ലല്ലോ. ഖുർആനെ പൊട്ടിക്കാനുണ്ടോ ആർക്കെങ്കിലും കഴിയുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ പൊട്ടിക്കാനുണ്ടോ ആർക്കെങ്കിലും കഴിയുന്നു? അവനങ്ങനെ ഒരു മനസ്സ് പോലും ഉണ്ടായില്ലല്ലോ. അവന് നല്ല സുഖമായിരുന്നില്ലേ? പക്ഷെ അത് കഴിയൂലല്ലോ. വല്ലാഹു യസ്മുക മിനന്നാസ്. നബിയേ, തങ്ങളെ പ്രൊട്ടക്ഷൻ അല്ല ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങയെ കൊല്ലാൻ കഴിയൂല. അബൂജഹൽ ചവിട്ടാൻ വന്നിട്ട് തിരിച്ചു പോയത് ഞാൻ പറഞ്ഞല്ലോ. അബൂലഹബിന്റെ ഭാര്യ, അവൾ അതാ ഒരു ദിവസം വരുന്നു. നബി തങ്ങൾ പള്ളിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവളെ കണ്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അഖ്ബലത്. അതാ അവളതാ വരുന്നു നബിയെ. തങ്ങളെ കാണുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അവള് നബി തങ്ങൾ പറയാണ്, ഇല്ലാലന്തറാനി, എന്നെ അവൾക്ക് കാണാൻ കഴിയൂല അബൂബക്കറേ. വഖറഅ ഖുർആനൻ വതസമ ബിഹി. നബി തങ്ങൾ ആ സമയത്ത് ഖുർആനിൽ അല്പം ഓതുകയാണ്. ആ ഖുർആൻ കൊണ്ട് കാവൽ തേടുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ, വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നബിയെ, തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ വിശ്വസിക്കാത്തവരുടെയും തങ്ങളുടെയും ഇടയ്ക്ക് അതേ ഹിജാബൻ മസ്തൂറാ, നമ്മളൊരു മറവെക്കും നബിയേ എന്നർത്ഥം വരുന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപത്തുണ്ട്. അവൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. അവൾ പറയുന്നു, യാ അബൂബക്കർ, ഓ അബൂബക്കറേ,
ഇന്നി ഉഖ്ബിർതു അന്ന സാഹിബക ഹജാനി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മാസനു സാഹിബിക യൻസുദു ഫിശ്ശരി, നിന്റെ ആളായ മുഹമ്മദ് എന്നെപ്പറ്റി പാട്ട് പാടുന്നുണ്ടല്ലോ, എന്നെ ആക്ഷേപിച്ച് പാട്ട് പാടുന്നുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറുപടി, വല്ലാഹി മാ സാഹിബി ബിശായിരിൻ, എൻ്റെ നബി ഒരിക്കലും പാട്ടുകാരനല്ല. വമാ യദ്രി മസ്സീറു, എന്താണ് പാട്ട് എന്ന് തന്നെ തങ്ങൾക്കറിയൂല. അപ്പൊ അവള് ചോദിക്കുകയാണ്, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്ന് എന്നെപ്പറ്റി പറഞ്ഞില്ലേ? ഫമാ യുദ്രീഹി മാ ഫീ ജീദി, എൻ്റെ കഴുത്തില് അതാ പാന്തോ കൊണ്ടുള്ള ഒരു കയറുണ്ടെന്ന്, പാന്തം കൊണ്ടുള്ള ഒരു കയറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? എന്തേ എൻ്റെ കഴുത്തിലുള്ള എന്താണെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയും? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ നബിതങ്ങൾ സമീപത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞ, സിദ്ദീഖേ, നിങ്ങൾ അവളോടൊന്ന് ചോദിക്കുവോ, തറൈന ഇന്ദി അഹദൻ, നീ എൻ്റെ കൂടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുവോ. അവൾ ആ സമയത്ത് ചോദിക്കുകയാണ്, അതേ നബിതങ്ങൾ പറയാണ്, ഫൈനഹാലൻ തറാനി, അവൾ എന്നെ കണ്ടിട്ടില്ല, കാണുകയില്ല. ജുഹില ബൈനി വബൈനഹാ ഹിജാബ്, അവളുടെയും എന്റെയും ഇടയ്ക്ക് അല്ലാഹ് മറയിട്ടിട്ടുണ്ട്. അബൂബക്കർ ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്നത്, അബൂ ഖുഹാഫന്റെ മോനെ, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? വല്ലാഹി മാ അറാ ഇൻദക അഹദൻ, ഒരൊറ്റ മനുഷ്യരെയും നിന്റെ അടുക്കൽ, നിങ്ങളടുക്കൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ, കാണുന്നില്ലല്ലോ. സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർക്ക് ഒരൽപ്പവും വിവരമില്ലാതെയായി പോയോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളും മഹത്വങ്ങളും അവിടുത്തെ ഖസായിസുകളും മുഅ്ജിസത്തുകളും. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിലും സാധാരണയല്ല. ഇവിടെ നേരത്തെ പന്മള ഉസ്താദ് സയ്യിദന്മാരെ പറ്റി പറഞ്ഞില്ലേ? അവരെ പ്രത്യേകത എന്താണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ ഒരു അംശം അവരെ ശരീരത്തിലുണ്ട് എന്നതല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, സംസം വെള്ളമില്ലേ? സാധാരണ വെള്ളമാണോ? അമേരിക്കയിൽ അങ്ങനെ ഒരു കിണറുണ്ടോ? റഷ്യയിലുണ്ടോ? ചൈനയിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? കോടിക്കണക്കിന് ആളുകൾ വെള്ളം എടുത്ത് കുടിക്കുകയും എടുത്ത് കൊണ്ടുപോവുകയും ദിനേന എത്രയോ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു കുറവും വരാതെ എത്ര നൂറ്റാണ്ടുകളായി ആ വെള്ളം നിലനിൽക്കുന്നു. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഹബീബി നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം അതേ ശരീരത്തിലുള്ള സമയത്ത് ഉപ്പാപ്പയായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലുകൊണ്ട് തട്ടിയ സ്ഥലം, പാദസ്പർശനമേറ്റ സ്ഥലം, അവിടെ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം രോഗശമനമാണ്, ഉദ്ദേശിച്ച കാര്യം നേടുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ വറ്റിപ്പോകാതെ തുടരുകയാണ്. ചോദിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോഴല്ലേ നബിയായത്? ഒരു വിവരം കെട്ട മൗലവി പറയുന്നത് ഞാൻ കേട്ടു. എനിക്കിങ്ങനെ തോന്നി, ഇവനെന്തേ പറ്റിപ്പോയത്? അയാൾ പറയാൻ, നബി ദിനമാകണമെങ്കിൽ അതാ 40ാമത്തെ വയസ്സിലല്ലേ നബിയായത്. അതുകൊണ്ട് നബി ദിനം എങ്ങനെ ജനിച്ച ദിവസമാക്കി നടത്തുന്നത് എന്നാണ് അവന്റെ ചോദ്യം. ഓ മനുഷ്യ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അതാ കുന്തു നബിയ്യൻ വആദമു ലമുൻജദിലു ഫീ തീനതിഹി, ആദം നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയായിരുന്നു എന്ന് പറഞ്ഞതായി ഹദീസില്ലയോ? ഇനി ചോദിക്കട്ടെ, ആ നബി തങ്ങൾ കുട്ടിക്കാലത്ത് നടന്നു പോകുമ്പോ കല്ലുകൾ സലാം പറയാറില്ലയോ? ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബ്അസ, കുട്ടിക്കാലത്ത് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ചോദിക്കട്ടെ, ആ നബി നിങ്ങൾ ലോകത്ത് ജനിച്ച് വീഴുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഒരംശമുള്ളപ്പോൾ പൊട്ടിയൊലിച്ച, അവിടുത്തെ കാല് തൊട്ട സ്ഥലത്ത് പൊട്ടിയൊലിച്ച വെള്ളം അന്ത്യനാൾ വരെ അത്ഭുതകരമായി നിലനിൽക്കുന്നത് ഈ മനുഷ്യൻ കാണുന്നില്ലയോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, ഹബീബ് ഇബ്നു അബീ ഫുദൈക്ക്
റളിയല്ലാഹു അൻഹു പറയാണ്, ബാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് എന്നെയും കൊണ്ട് പോയി. ബാപ്പയുടെ 2 കണ്ണിനും കാഴ്ചയില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? അവിടുന്ന് പറഞ്ഞു, ഒരു പാമ്പിന്റെ മുട്ട ചവിട്ടിപ്പോയി, വിഷമുണ്ടായി, പിന്നെ കണ്ണിന് കാഴ്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറക്കാൻ പറഞ്ഞു. കണ്ണിലേക്ക് അവിടുന്ന് ഒന്ന് ഊതിക്കൊടുത്തു. ഫഅബ്സറ, അപ്പോൾ തന്നെ കണ്ണിന് കാഴ്ച വന്നു. ഫറഅയ്തുഹു യുദ്ഖിലുൽ ഖൈത ഫിൽ ഇബ്റതി, പിന്നീട് മഹാനവറുകൾ വൈനഹു ലബ്നു 80 വയസ്സായിട്ടും ആ കണ്ണ് വെളുത്തുണ്ട്. പക്ഷേ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് സൂചിയിലേക്ക് നൂല് കോർക്കുന്നത് ഞാൻ കാണാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ വായ കൊണ്ട് ഊതിയ ചെറിയ വായുവിന്റെ പ്രത്യേകത അത് തന്നെയല്ലേ ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഫനഫസ ഫീഹി 3 നഫസാത്ത്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു കാലിന് പരിക്ക് പറ്റിയിട്ട് അവിടെ നിന്നൊരു 3 ഊത്തൂതിയപ്പോൾ പിന്നെ മുറി കാണാനില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹാ, അതേ ആടുണ്ട്, ആട്ടിൻ്റെ നെയ്യ് നന്നായി എടുത്ത് സംഭരിച്ച് ഒരു ചെറിയ ചിപ്പി പോലെ, ചെറിയൊരു കുപ്പി പോലെയുള്ള വസ്തുവിൽ എടുത്ത് സൈനബ് ബീവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സൈനബേ, ഇത് നിങ്ങൾ റസൂലുള്ളാഹിക്ക് അതാ അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് കൂട്ടാനായി കൊടുക്കണേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അതും കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുസ്ലിം കൊടുത്തയച്ചതാണ്. നബി തങ്ങളുടെ മറുപടി, അത് നിങ്ങളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തോളൂ, പാത്രം തിരിച്ചു കൊടുത്തോളൂ. അങ്ങനെ ഒഴിച്ചുകൊണ്ട് പാത്രം തിരിച്ചു കൊടുത്തു. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അതുകൊണ്ട് സൈനബ ബീവി വന്നു. പക്ഷേ മഹദി അവിടെ ഇല്ല. അതവിടെ ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കി വെച്ചു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ വന്നാൽ കണ്ടിട്ട് എടുത്തോട്ടെ എന്ന നിലക്ക് മഹദി തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹദി തിരിച്ചു വന്നു. ഉമ്മു സുലൈം ബീവി തിരിച്ചു വന്നു. നോക്കുമ്പോൾ ആ കുപ്പിയിൽ നെയ്യിങ്ങനെ നിറഞ്ഞ് കവിയുകയാണ്. സൈനബ് ബീവിനോട് ചോദിക്കുന്നു, ഇത് റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, നിങ്ങളത് ചെയ്തില്ലേ? ഞാനത് കൊടുത്തതാണ്. നിങ്ങൾ അത് സത്യമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, നബിതങ്ങളോട് നമുക്ക് ചോദിക്കാം. നബിതങ്ങളെ സമീപത്തേക്ക് രണ്ടാളും പോകുന്നു. പോയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങേക്ക് കൊടുത്തയച്ചതാണ് നെയ്യ്. അതിപ്പോൾ ഞാൻ വന്നു നോക്കും, എൻ്റെ വീട്ടിൽ തന്നെ കാണുന്നു. വല്ലദീ ബഅസക ബിൽ ഹുദാ വദീനിൽ ഹഖ് ഇന്നഹാ മുംതലിയത്തുൻ സമനൻ തഖ്തുറു, അതിപ്പോഴും നിറയെ അതിൽ നെയ്യ് കാണുന്നു. നബിതങ്ങളെ മറുപടി, അതേജബീനയാ ഉമ്മു സുലൈം, ഉമ്മു സുലൈമേ, നീ അത്ഭുതപ്പെടുന്നുണ്ടോ? ഇന്നല്ലാഹ അത്അമകി കമാ അത്അംതി നബിയഹു, അല്ലാഹുവിന്റെ നബിക്ക് നിങ്ങൾ ഭക്ഷണത്തിന് സാധനം കൊടുത്തയച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക് അല്ലാഹ് ഭക്ഷിപ്പിച്ചതാണ്. കുലീ വഅതീമീ, നിങ്ങൾ സ്വന്തം കഴിച്ചോളൂ, മറ്റുള്ളവർക്കും കൊടുത്തോളൂ. മഹദി പറയുന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വതറകത് ഫീഹാ മൻ തദംനാ ബി സഹറൻ ഔ സഹറൈൻ, ആ വീട്ടിൽ നിൽക്കുന്ന 2 മാസത്തോളം കാലം അതിനൊരു കുറവും വരാതെ നിലനിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ തീർക്കാൻ കഴിയുന്നു? അവിടുത്തെ മൗജിദത്തുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. മഹാനായ ഉസ്താദ് അവറുകൾ വരും. ഇവിടെ ഇനിയും ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ബഹുമാനിച്ച് അതിന്റെ പേരിൽ ഈമാൻ സലാമത്തായി മരിച്ച് അവിടുത്തെ കൊടികീഴിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിൽ വെച്ച് ഇതാരാണെന്ന്
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാനുള്ള കഴിവും അറിവും ഓർമ്മശക്തിയും അല്ലാഹു സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തതിന്റെ പേരിൽ ഫലം കിട്ടിയ സഹാബികൾ എത്രയാണ്, താബിഉകൾ എത്രയാണ്, മുഹദ്ദിസുകൾ എത്രയാണ്, ഫുഖഹാക്കൾ എത്രയാണ്. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള എത്ര സംഭവങ്ങളാണ് മഹാനായ അബൂ അബ്ദുല്ലാഹിൽ മറാഖശി റളിയല്ലാഹു അൻഹു മിസ്ബാഹുൽ ളലാം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കിതാബ് എഴുതാൻ തന്നെ പ്രചോദനം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയി ഒരു കാട്ടിലാണ് ചെന്നെത്തിയത്. ആരുമില്ല, വെളിച്ചമില്ലാതെ കുടുങ്ങിപ്പോയപ്പോൾ യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് സഹായിക്കണേ നബിയേ എന്ന് വിളിച്ചപ്പോൾ മഹാനവറുകൾക്ക് അപ്പോൾ തന്നെ അതാ ഒരു വ്യക്തി മുന്നിലെത്തുന്നു, വഴി കാണിച്ചു കൊടുക്കുന്നു, കൂട്ടത്തിൽ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കുന്നു. അതാണ് മഹാനവറുകൾ ആ കിതാബ് എഴുതാൻ തന്നെ കാരണമെന്ന് രേഖപ്പെടുത്തിയത് കാണാം. വഫാത്തിന് ശേഷവും മുമ്പുമായി അവിടുത്തെ വിളിച്ചു തേടിയവർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ലഭിച്ചത് ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിച്ച് ആരും അവനവന്റെ ഈമാൻ കളയല്ലേ. ആ നബിതങ്ങൾ മുഖേനയല്ലാതെ ഒരാൾക്കും ദുനിയാവിലും ആഖിറത്തിലും രക്ഷ ലഭിക്കൂല കേട്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, കുടുംബത്തെക്കാൾ എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുമ്പോഴല്ലാതെ ഒരാൾക്കും ഈമാൻ ഉണ്ടാകില്ല. അല്ലാഹുവേ, അവിടുത്തോടുള്ള സ്നേഹ ബഹുമാനം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റിത്തരണം അല്ലാ. ആ സ്നേഹ ബഹുമാനം അംഗീകരിക്കാത്തവരുമായി ഞങ്ങൾക്ക് നീ അകൽച്ച വർദ്ധിപ്പിക്കണം അല്ലാ. അങ്ങനെയുള്ള പലരും തെറ്റിദ്ധരിച്ചു പോയവരുണ്ടാകാം. അവരുടെ നേതാക്കൾ പറഞ്ഞുകൊടുത്ത പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് കൂടുതൽ അറിവില്ലാത്ത പലരും തെറ്റിദ്ധരിപ്പിച്ച് അതിൽ പെട്ടുപോയവരുണ്ടാകാം. അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് ഹിദായത്തിലെത്തിക്കണേ അല്ലാ.